മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എക്സോഡസ് ചാപ്റ്റർ 2:6 പുറപ്പാടിന്റെ പുസ്തകം അധ്യായം 2 6 വാക്യം നമുക്ക് ധ്യാനിക്കാം. തുറന്നു നോക്കിയപ്പോൾ അവൻ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. നൈൽ നദിയിൽ നിന്ന് ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മോശ മാറ്റപ്പെടുകയാണ്. വധിക്കപ്പെടേണ്ട പൈതങ്ങളുടെ ഗണത്തിൽ നിന്ന് രാജകുമാരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിന് കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കണമായിരുന്നു. ഉയർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും മുൻപ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാനിടയാകുന്നത് സാധാരണമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അന്ധാളിക്കരുത്. മോശയുടെ കരച്ചിൽ കേട്ട രാജകുമാരി അവനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ആ കരച്ചിൽ രാജകുമാരിയുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആവശ്യമായിരുന്നു. കണ്ണുനീരിന്റെ കടവിലിറങ്ങിയാണ് വിജയത്തിന്റെ നാട്ടിലെത്തുന്നത്. ഒരു ബാലൻ കുളക്കരയിലിരുന്ന് കളിവഞ്ചി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളം അവനെ എത്താത്ത ദൂരത്തേക്ക് മാറിപ്പോയി. വള്ളത്തെ നോക്കി വിഷാദിച്ചു നിൽക്കുമ്പോൾ അവന്റെ ഒരു സ്നേഹിതൻ അവിടെ വന്ന് കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് എറിയുവാൻ തുടങ്ങി. കളിത്തോണിയുടെ നേർക്ക് കല്ലുകൾ എറിയുന്നതിന്റെ ബാലന് അത് അരോചകമായി തോന്നി. പക്ഷേ കല്ലുകൾ വഞ്ചിയുടെ അപ്പുറത്തായിരുന്നു പതിച്ചത്. ഓരോ കല്ലും വീഴുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ വള്ളത്തെ കരയിലേക്ക് അടുപ്പിച്ചു. കുറച്ചു സമയം കൊണ്ട് ബാലന് വള്ളം തിരിച്ചു കിട്ടി. പ്രയാസങ്ങളാകുന്ന തിരമാലകൾ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കാരണമാകുമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. പലവിധ പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം. പണസംബന്ധമായ ഞെരുക്കങ്ങളും തുടരെ ഉണ്ടാകുന്ന രോഗങ്ങളും കാരണം കൂടാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ശത്രുക്കളാകുന്നതും എല്ലാം നമ്മുടെ നന്മയ്ക്കുള്ള മുഖാന്തരങ്ങളാകും. സമചിത്തതയും ധീരതയും ലഭിക്കുവാൻ പ്രയാസങ്ങൾ നമ്മെ സഹായിക്കും. തടസ്സപ്പാറകൾ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണ്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന് നാം കേട്ടിട്ടുണ്ട്. ആ ബോധ്യത്തോടെ പ്രയാസങ്ങൾ കണ്ട് തളരരുത്, ധീരതയോടെ മുന്നേറുക. ഈശോ കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.